എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ നിങ്ങൾ ഈ വർഷം ഡിഗ്രി പാസ് ഔട്ട് ആയിട്ട് അടുത്തത് ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്നവരാണോ? ഫസ്റ്റ് ടൈം ആയിട്ട് PSC പഠിക്കാനായിട്ട് പോകണം, ഡിഗ്രിക്ക് ശേഷം ഞാൻ ഇനി PSC ചൂസ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച ഒരു അവസരമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനി വരുന്ന, അതായത് ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏകദേശം ഹാഫോളം സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അതിനുശേഷം എന്താണ് എക്സാം എഴുതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിയമനങ്ങളിലേക്ക് ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നെത്താറായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ട് അടുത്ത് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കേരള PSC വിളിക്കുന്ന, അതായത് മുൻപൊക്കെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വിളിക്കുന്നത്, ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ. ഒന്ന് നമുക്കറിയാം KSRTC, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനി കോർപ്പറേഷനിലേക്കും, മറ്റൊന്ന് നമുക്ക് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE, KSEB, സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സിവിൽ സപ്ലൈസ് തുടങ്ങിയ കമ്പനി കോർപ്പറേഷനിലേക്കായിട്ട് PSC 2 രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ജൂനിയർ അസിസ്റ്റന്റ്, ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടിനും 2 വ്യത്യാസമാണ്. പക്ഷേ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് വരും എപ്പോഴും, അതായത് നിലവിലുള്ള അഡ്വൈസ് എന്തൊക്കെ പോയിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ, നിങ്ങൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഡിഗ്രി ലെവല് ഇപ്പൊ SBCID വിളിച്ചു, അപ്ലിക്കേഷനൊക്കെ നമ്മൾ കഴിഞ്ഞു അല്ലെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ. എക്സൈസ് ഇൻസ്പെക്ടറിന്റെയും എന്താണ് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വരാൻ പോകുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഇതിനെല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതലായിട്ട് നിയമനങ്ങൾ നടക്കുന്ന ഒരു കിടിലൻ അടിപൊളി പോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് 2024 റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, PSC വിട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, നമുക്ക് വേരിയസ് ഓൺ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LDC നോക്കിക്കേ, 650/2021 പോസ്റ്റ് വിളിച്ചിരിക്കുന്നതിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നത് 2024. അതായത് 2021 നമുക്ക് ഗസറ്റഡ് നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021 വിളിച്ച് 22, 23 നമുക്ക് പ്രിലിംസ് ബേസ്ഡ് എക്സാം ആണ്. ഫസ്റ്റ് നമുക്കൊരു പ്രിലിംസ് ഉണ്ടാകും, അതിനുശേഷം എന്തുണ്ടാകും, നമുക്കൊരു മെയിൻസ് എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞ് 2024 അതായത് ജനുവരി 29 റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ 2027 ജനുവരി 29 ആകുമ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നുകൊണ്ട് തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, അവിടെ നിലവിൽ വരണം അല്ലെ. അപ്പൊ അങ്ങനെ നിലവിൽ വരണമെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് 2025 അല്ലെ. 2025 നവംബർ മാസത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം, അതായത് നവംബർ ഡിസംബർ വിട്ടു പോകത്തില്ല കേട്ടോ. നവംബർ ഡിസംബർ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് 2026 നമുക്കൊരു ജൂൺ മാസത്തോട് കൂടിയിട്ട് പ്രിലിംസ് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, മെയിൻസ് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റ്. അതായത് 2027 ജനുവരി മാസം 29 ആകുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, PSCക്ക് പുറത്തേക്ക് വിട്ടേ പറ്റൂ അല്ലെ. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല്, ഇത് നമ്മുടെ KSFEയിലേക്കുള്ളത് 2022 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെയും എക്സാം എല്ലാം കഴിഞ്ഞ് അഡ്വൈസ് വന്നത് നോക്കിക്കേ
13, അതായത് മാർച്ച് 13, 2024. സെയിം തന്നെ നമുക്ക് പറയാം, മാർച്ച് 13, 2027 ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ വെളിയിൽ വിടണം. സെയിം തന്നെ നമുക്ക് പറയാണ്. ഇതിപ്പോ നമുക്ക് ഫെബ്രുവരിയിലായിരുന്നു വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ നോക്കിക്കോ, 2025 ഡിസംബർ മാസത്തിൽ തന്നെ കൂടുതലായിട്ടും, അതായത് ഏജ് ലിമിറ്റ് കൂടി ഇൻക്ലൂഡ്, അതായത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഇപ്പൊ നവംബർ ഡിസംബർ എന്ന് പറയും നമ്മുടെ മുന്നിൽ മാസങ്ങളില്ല, അതായത് ഒരുപാട് 5-6 മാസമല്ല, നമ്മുടെ മുന്നിൽ 2 മാസമേ ഉള്ളൂ. 2 മാസം കഴിയുമ്പോൾ എന്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് അല്ലെ? അപ്പം 2025 ഡിസംബറിൽ സെയിം തന്നെ നമ്മൾ പറയുന്നത് 2026 കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 2027 നമുക്ക് എന്ത് വരുന്നത്? ഇതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 2027 എക്സാം കഴിഞ്ഞ് പിന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എപ്പോഴാ തീരുന്നത്? 2030 വരുമ്പം അല്ലെ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2025 നോക്കിക്കേ, എത്ര വർഷമാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത്. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഔട്ടായി പോവാണ് അല്ലെ? അപ്പോ ഇത് നഷ്ടമായി കഴിഞ്ഞാൽ അടുത്ത എക്സാം എപ്പോഴാണ് വിളിക്കുന്നത്? ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എപ്പോഴാ വരുന്നത്? 2033 വരെ കിടക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വയസ്സ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലെ? ഇനിയും സമയമുണ്ട്, നമുക്ക് ഇനിയും പഠിക്കാനായിട്ടുള്ള ടൈം ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് വളരെ വളരെ വിഡ്ഢിത്തരമായിരിക്കും. ഇനി നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. കാര്യം നമുക്ക് ഇപ്പോഴേ മുതൽ, അതായത് ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയുടെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ആസ് യു നോ, ഇപ്പൊ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് വരുന്നുണ്ട്, ഓൺലൈൻ സെന്റേഴ്സ് വരുന്നുണ്ട്, ക്ലാസ്സുകളുടെ അവൈലബിലിറ്റി നിങ്ങൾക്കുണ്ട്, എല്ലാം നിങ്ങൾക്ക് അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇനി എന്തായിരിക്കും? എക്സാമിന്റെ പാറ്റേൺ നിങ്ങളിലേക്ക് പണ്ടത്തേക്കാൾ ബുദ്ധിമുട്ടില്ലാതെ കണ്ടന്റുകൾ എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ PSCയുടെ പാറ്റേൺ മാറിയിരിക്കുകയാണ്. PSCയുടെ പാറ്റേൺ മാറുക എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടണം അല്ലെ? അപ്പൊ ലൈവ് ക്ലാസ്സസ് നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? കുറച്ചുകൂടി നിങ്ങളെ ഗൈഡ് ചെയ്യാനും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ വരെ നമുക്കറിയാം ഒരുപാട് എക്സാമുകളാണ് ഇനി ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് ഒരൊറ്റ എക്സാം ആയിട്ട് നടത്താൻ പോകുന്നത്. അപ്പൊ അതിൽ ഒരു ദിവസം നമുക്ക് ഡിഗ്രി പ്രിലിംസ് സിലബസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് നമുക്ക് എസ്പെഷ്യലി നമ്മളുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇതിൽ തന്നെ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്ക് ഡെയിലി വൊക്കാബായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് വേണ്ടി ഞാൻ പറയും, നമുക്ക് ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ Day 1, Day 2, Day 3 നമ്മൾ സ്റ്റഡി പ്ലാൻ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്തുകൊണ്ട് ഇന്ന ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി സെപ്പറേറ്റ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, SCERT അതിന്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്ലസ് SCERT ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മെയിൻ ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലാസ്സിന്റെ കൂടെ തന്നെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെഷൻസ്, അതുപോലെ ഡെയിലി മാത്സിന്റെ ലൈവ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനും മലയാളത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ സീരീസ് ഉണ്ട്, തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്യാൻ പറ്റും. എല്ലാമെന്നല്ല, ഒരു 90 ദിവസം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 വട്ടം 3 വട്ടം റിവിഷന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഏറ്റവും മികച്ച അധ്യാപകർ, എക്സ്പേർട്ട് ആയിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി AZB അക്കാഡമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ കണ്ടിട്ട് ജോയിൻ ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അതിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി Day 1, Day 2, Day 3 ക്ലാസ്സുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഡൗട്ട് ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് എന്ത് ചെയ്താൽ മതി, ഫിൽ ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.